24-ന്റെ SKN40 കേരള യാത്രയുടെ ഭാഗമായി തുറന്നു കാണിച്ച തലശ്ശേരി നഗരഹൃദയത്തിലെ ലഹരി കേന്ദ്രത്തെ മാറ്റിയെടുക്കാൻ ശ്രമവുമായി നഗരസഭ. ലഹരി സംഘത്തിന്റെ താവളമായ പഴയ പോർട്ട് കെട്ടിടവും പരിസരവും ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ശുചീകരിച്ചു. 24 ഇടപെടലിനെ തുടർന്ന് പ്രദേശത്ത് പോലീസും എക്സൈസും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പ്രദേശവാസികൾ കടന്നുചെല്ലാൻ ഭയപ്പെട്ടിരുന്ന തലശ്ശേരി നഗരകേന്ദ്രത്തിലെ ലഹരി താവളമായിരുന്നു ഇത്. പലതവണ പരാതി ഉയർന്നെങ്കിലും നടപടിയുണ്ടായില്ല. SKN40 യാത്രയുടെ ഭാഗമായി ലഹരി സംഘങ്ങളുടെ കേന്ദ്രം ജനസമക്ഷം തുറന്നു കാണിച്ചു. പിന്നാലെയാണ് പോലീസും എക്സൈസും പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയത്. ലഹരി താവളത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്നതിനായാണ് നഗരസഭയും പോലീസും സന്നദ്ധ സംഘടനകളും എല്ലാം ഇപ്പോൾ ഒരുമിച്ചിറങ്ങിയത്. ആദ്യഘട്ടത്തിൽ ശുചീകരണം, തുടർന്ന് മാരിടൈം ബോർഡിന്റെ അനുമതിയോടെ കെട്ടിടം പ്രവർത്തനയോഗ്യമാക്കാനാണ് തീരുമാനം. ഇപ്പം 24-ൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും ആ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇത്രയും തുക ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ടാക്കിയ ഈ ബിൽഡിംഗ് ഇങ്ങനെ ഒരു അനാഥ നിലയിൽ ഉണ്ടാകുമ്പോൾ അവരെയും നമ്മൾ വിളിച്ചു. അതുപോലെ തന്നെ പോലീസ് എല്ലാവരുടെയും സഹായ സഹകരണത്തോടെയാണ് ഇന്ന് ഇവിടെയുള്ള വൃത്തികേടുകളും മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഇട്ടിട്ട് ഈ പ്ലേസിനെ മാക്സിമം ക്ലീനും സേഫും ആക്കാനുള്ള ഒരു എഫേർട്ട് തന്നെയാണ് നമ്മളിടുന്നത്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇവിടുന്ന് ഒരുപാട് കേസ് പിടിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരത്തിലോട്ടുള്ള മൂവ്മെന്റ് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ചെയ്യുക തന്നെയാണ്. മോണിറ്ററിംഗ് സർവൈലൻസ് ഉണ്ടാവും. ഇതായിട്ടുള്ള ഇമ്മീഡിയറ്റ് ഒരു സ്റ്റെപ്പാണ്. ഇതിന് ശേഷം ക്യാമറ വെച്ചിട്ട് നിരന്തരമായിട്ടുള്ള ഒരു മോണിറ്ററിംഗും നടക്കും. പിന്നെ കേസുകൾ എന്തെങ്കിലും വന്നാൽ ശേഷം നമുക്ക് ആക്ഷൻ എടുക്കാം. അതേസമയം ലഹരി വിരുദ്ധ ദിനത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഗുഡ് മോർണിംഗ് വിത്ത് SKN ഷോയിൽ അതിഥിയായി എത്തി. വോക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരി വിരുദ്ധ റാലി കൊല്ലത്ത് സംഘടിപ്പിച്ചു. കേരളത്തെ രക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ രാഷ്ട്രീയമില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമാണ്. കേരളം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണിത്. ഇതിനകത്ത് രാഷ്ട്രീയമോ മത ജാതി ചിന്തകളോ ഒന്നുമില്ല. ഇതിനകത്ത് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. 24 കണ്ണൂർ.